ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക, നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ കുറച്ച് ജീവികളെ പഴയ ആൾക്കാരിലൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓക്കെ, നമ്മുടെ മെസ്സിനെയും പാത്തുവിനെയും കണ്ടോ, ഫുൾ ആക്റ്റീവ് ആണ് കേട്ടോ, ഫുൾ എനർജറ്റിക്കായി ഓടി കളിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ പാത്തു പോത്തിൻ്റെയും കാളൻ്റെയും ഒക്കെ വേസ്റ്റ് ഫുഡും കാര്യങ്ങളിലേക്ക് നടന്ന് തിന്നുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നല്ല പാലും കാര്യങ്ങളും ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്ത നല്ല ഉഷാറായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ന് നല്ല വെയിലാണേ, ആ വെയിലിൽ നമ്മുടെ ഇഗ്വാനൊക്കെ പുറത്ത് വന്നിരിക്കുന്നുണ്ടോ, ഇഗ്വാനൊക്കെ നല്ല വെയിൽ കൊള്ളാൻ വേണ്ടി വന്നിരുന്നതാണ്. അങ്ങനെയുണ്ട്, ഉഷാറായില്ലേ? ഇവന് നല്ല സൈസായി. വാ, ഇത് ഇപ്പുറത്ത് കാണിക്കുമ്പോൾ സൈസ് കറക്റ്റ് കാണാം. ഇത് ഇങ്ങോട്ടോ മിച്ചറേ കേട്ടാ. ഏയ് ബേബി, കയ്യിലെടുക്കാം. വാടാ കുട്ടാ. അതേപോലെ ഇന്നൊരു ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ എടുക്കുന്നില്ല, ഇടുന്നോ? ഓക്കെ ഫുള്ള് വെള്ളമാണ്. നമ്മുടെ സാവന്ന മോണിറ്റർ ലിസാർഡ് മരിച്ചു പോയിട്ടാ. പെട്ടെന്നൊന്നും ഉണ്ടായിട്ടില്ല. മോൾട്ടിങ്ങിൻ്റെ എന്താ പറയുക, ഷെഡിങ് ടൈമായിരുന്നു. അപ്പോൾ ഷെഡിങ് ടൈമിന് നോർമലി 1-2 ദിവസത്തിൽ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കും. അങ്ങനെ വെള്ളത്തിൽ 2-3 ദിവസമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നേ. ഇന്നലെ നോക്കുമ്പോഴേക്ക് പെട്ടെന്ന് ആൾ മരിച്ചുപോയി. അപ്പോൾ ഭയങ്കര ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയായിപ്പോയി. എന്തായാലും ഭയങ്കര സങ്കടമായി. അപ്പോൾ നമ്മുടെ ബോണിക്കുട്ട, അതുപോലെ ബോണി ഒന്ന് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ചെറിയ ഗ്യാസിൻ്റെ ട്രബിളൊക്കെ വന്ന് ലാസ്റ്റ് ഇഞ്ചക്ഷനിൽ അടിച്ചിട്ടാണ് ശരിയായത്. കുറച്ച് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. രാത്രി എല്ലാവരും നല്ല രീതിക്ക് ഒന്ന് പേടിച്ചിട്ടുണ്ടായി. ടോർക്കിന് പിന്നെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഓടിച്ച് കാണാം അല്ലേ. ടോർക്ക് ബോയ് വാടാ. കുഴിയെല്ലാം കണ്ടോ, നല്ല വൃത്തിയാക്കി സെറ്റാക്കി നിർത്തിയിട്ട് വാ. എവിടെ പോകുന്നു? എടുക്ക്. ഓക്കേ, കളഞ്ഞ്. ബോണിൻ്റെ അത്ര ഇഷ്ടമില്ല കേട്ടോ, ബോണിക്കാൻ ഭയങ്കര ഇഷ്ടം അതാണ്. ഓക്കെ, അതുപോലെ നമ്മളെ റക്കൂൺ ബേബിയും എല്ലാ വീക്കും ഇവന് വലുതാകുന്നവരെ ഞാൻ ചെറിയൊരു ഷോർട്ടായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പുറം വന്ന് എണീറ്റ് വരുന്ന കാണിക്കാൽ നല്ല രസം. ഏയ് റോക്കറ്റ് ബേബി വാ. സൈസ് എങ്ങനെയുണ്ട്? മാറ്റം വന്നില്ലേ? എല്ലാ വീക്കും ഇപ്പം വലുതാകുന്നവരെ നമുക്ക് അങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അത് നമുക്ക് ആ കറക്റ്റ് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി പറ്റും. റോക്കറ്റ് ബേബി ബാ, കയ്യിലേക്ക് എടുത്ത് വെച്ച് കയറും. ബാ കയറ്, വാടാ. വാ. കേട്ടാ റോക്കറ്റ് ബേബി. പോട്, അത് സ്ക്രാച്ച് ചെയ്യാൻ മെയിൻ പരിപാടി. കൂട്ടിലാക്കാൻ ഇത്ര ഒരു പണി. കയറിക്കോ. ഓക്കേ, അതുപോലെ നമ്മൾ ഇഗ്വാനെല്ലാം ഫീമെയിൽസ് എഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറേ ആളെല്ലാം അതിൻ്റെ അകത്ത് തന്നെ ഉള്ളത്. അതിൻ്റെ മേലെല്ലാം ആയിട്ടുണ്ട്. എഗ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ആയിട്ടുണ്ടാവില്ല, ആയിക്കൊണ്ട് വരുന്നുണ്ടാവും കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം നോക്കിയിട്ടേ ഇല്ല കേട്ടോ, ഇഗ്വാൻ അങ്ങ് ഫ്രീ ആയിട്ട് വിട്ടിട്ടുള്ളത്. അതുപോലെ നമുക്ക് കോയി ഫിഷിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ എന്താ പറയുക, തിരക്ക് കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പാടെ മക്കളെ ഈ വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ ഇഗ്വാനക്ക് ഒന്ന് ഫീഡും ചെയ്യാലോ. ഇവിടെ വന്നിട്ട് നമ്മുടെ ക്രീപ്പർ കഴിക്കുന്നുണ്ട്. അത് നീ കഴിക്കണ്ടടാ, നീ ഇതന്നെ കഴിച്ചോ. നല്ല ഫുഡ് അടിയാണ്, ഒരു രക്ഷയില്ലാത്ത ഫുഡ് അടിയാണ്.
അതുപോലെ നല്ല സൂര്യപ്രകാശം കൂടി കിട്ടുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ. നിന്ന പത്തു വെറുതെ ഓനെ പോയി മന്ദം നിൽക്കണ്ടിന്നാ. പഴം കഴിക്കുന്നുണ്ടാ? പഴത്തൊലി ഓക്കെ, പഴത്തൊലി നീ കഴിച്ചോ. എല്ലാം തിന്നാനിടാ, ആൾക്കാരെല്ലാം കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എന്നടാ നിന്ന അടിക്ക് എന്നടാ വേണ്ടേ? ഓക്കെ അവന് കൊടുത്തോ, ഇഗ്വാനെ കൊടുത്തോ. അവിടെ ഒരു ഇഗ്വാന അത് അതിന് കൊടുത്തേ, അതിന് മേലിരിക്കുന്നതാ. എന്നാ കൊടുത്തോ, അവിടെ അതാ അതിൻ്റെ മേലിരിക്കുന്നതാ, അവിടെ കൊടുത്തോ. അതിന് കൊടുത്തോ, അവിടെ ആളുണ്ടല്ലോ കൊടുക്കുന്നത്, അവിടെ കൊടുത്തോ. അതിന് മേലതാ. എല്ലാവരെ കൊണ്ട് ഫീഡ് ചെയ്യിപ്പിക്കാം. അതുപോലെ നമുക്ക് ഇന്ന് നമ്മുടെ പ്ലാറ്റിനം കാറിനൊന്ന് ഫീഡ് ചെയ്യാലോ. അജു ഒരു മീൻ ഇട്ടെടുക്കടാ. ഇങ്ങനെ സൈഡിലോട്ട് പോകുമ്പോൾ അതിൻ്റെ സൈസ് കറക്റ്റ് മനസ്സിലാവുക. കണ്ടാ വിരലുണ്ട്, എൻ്റെ വിരൽ കൈ വെക്കുമ്പോൾ കണ്ടാ സൈസ് മനസ്സിലാവുന്നുണ്ടാ? ഇതാ എൻ്റെ ഈ കൈൻ്റെ ഡബിളുണ്ട്, അത്രയും സൈസായി. ഞാൻ തന്നെ കണ്ണ് തട്ടിച്ചല്ലേ. ആ ഫീഡ് എടുക്കുന്നത് കാണിച്ചേരേ, ഒന്ന് കൊടുക്കടാ. വലുതന്നെ ഇട്ട് കൊടുത്തോ. അതിൻ്റെ മേലെയാന്ന് ഇട്ട് കൊടുക്കുക. ആ ഫീഡ് എടുക്കുന്ന കാണാം. ഇതാ ആ ക്യാറ്റ് ഫിഷ് ഏജ്. ഓക്കെ ഇട്ടോ കുഴപ്പമില്ല. ഇട്ടോ ഇത് അറാപ്പയും അടിക്കുന്ന പോലല്ലേ, വേറെ സൈഡിലേക്കായിട്ട് അടിക്കാൻ നല്ല രസമാണ് കാണാൻ. ഇതാ ഇപ്പോൾ കഴിക്കുവേ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോയിൽ ചെറുത് പോലും ഉണ്ടല്ലേ മീൻ. കഴിക്കണം. ഓക്കെ അത്യാവശ്യം വലിയ സൈസിലുള്ള മീനാണ് ഇപ്പോൾ കഴിച്ചത് കേട്ടോ. ഭയങ്കര പവറാണ് ഇവരുടെ പല്ലിനും. താഴെയിൽ ഒന്നും കൂടി കഴിച്ചു, താഴെ വീണ്ടൊന്നും കൂടി കഴിച്ചു. ഇതാ എന്നിട്ടോ. ഈ കാറ്റ് ഫിഷിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ കാറ്റ് ഫിഷ് രണ്ടും കഴിക്കും കേട്ടോ. കാറ്റ് ഫിഷ് വെജിറ്റബിളും കഴിക്കും, ഈ നോൺ വെജും കഴിക്കും, മറ്റേ മീറ്റും കാര്യങ്ങളെല്ലാം കഴിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ ടാങ്കിൽ ഫുഡ് ഇടാം. എന്താ രണ്ടിൻ്റെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ എന്താ പറയുക ഗൗരൻ്റെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഈസി ആയിട്ട് ഗൗരൻ്റെ ഫുഡ് ബാക്കി വന്നു കഴിഞ്ഞാൽ കാറ്റ് ഫിഷ് കഴിച്ചോളും. അതുപോലെ നമ്മുടെ ഗാറിൻ്റെ ഫുഡ് ബാക്കി വന്നു കഴിഞ്ഞാലും കാറ്റ് ഫിഷ് കഴിച്ചോളൂ കേട്ടോ. അടിപൊളിയല്ലേ സൈസ്? അതേപോലെ തന്നെ വേറൊരു സംഭവം കാണിച്ചാലല്ല, നമ്മുടെ സാധാരണ നമ്മൾ പണ്ടേ കാണുന്ന നമ്മൾ ലവ് ബേർഡ്സ് എന്ന് പറയുന്നത് ബഡ്ജറിഗറിൻ്റെ പിന്നെ കോളനി ഉണ്ടാ. പണ്ട് എത്ര കുറച്ചിട്ടതാന്ന് ഇപ്പോൾ കുറേ എണ്ണമായി കൂടി വന്നിട്ട് താഴത്തെ ഇറക്കം കാണിക്കണ ഫുള്ള് കാണിക്കും. അതിപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് കാണിച്ചാലല്ല, കുറേ കൂട്ടിലുണ്ട് കുഞ്ഞുങ്ങൾ. നല്ല രസമായി വന്നിപ്പോൾ. അത് നല്ല രീതിയിൽ നമ്മൾ സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പല കൂട്ടിലും ഇങ്ങനെ കുറേ കുട്ടികളും പിന്നെ മുട്ടയും കുട്ടികളായിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാൻ 1-2 കൂട് കാണിച്ചു തരാം. കുറേ സമയം കാണിച്ചു കഴിഞ്ഞാൽ ബോറായിപ്പോൾ. അതോരോ കൂട്ടിൽ ഏതെല്ലാം കൂട്ടിലാണ് കുഞ്ഞില്ലേന്ന് അറിയില്ല. ഇതാണ് ഓരോന്നിൽ കാണുന്നുണ്ട്, മുട്ടയും കുഞ്ഞും എല്ലാം മിക്സ് ആയിട്ടുള്ളത്.
അതാ താഴത്തെ കുറേ കുട്ടികൾ, താഴത്തെ ഫുള്ള് താഴത്തിൽ കംപ്ലീറ്റ് കുട്ടികളാണ് നിലത്തുള്ളത്. ഇതൊക്കെ ഇപ്പം ഇറങ്ങിയ മക്കളാണ്, ഈ ആഴ്ച ഇറങ്ങിയതാണ്. ഓക്കെ, അടിപൊളിയല്ലേ? അതേപോലെ നമ്മൾ ജമ്മി കയ്യിൽ വരുന്നതും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കാം. ജമ്മി ബേബി, അയ്യോ താഴത്തുള്ളേ, ബാ ബാ. ഇവന് ഇങ്ങനെ പറന്ന് കയറാൻ ഭയങ്കര പണിയാണേ. താഴത്ത് ഇറങ്ങിയിട്ട് വേണം കയറാൻ. ഡാ ബാ, കഴിച്ചോ. ആ സൈഡിൽ നിന്ന് പറന്ന് കയറാൻ ഭയങ്കര പാടാണ്. കേൾക്കിതാ ഇതടുത്ത. ഓക്കെ. ഓ ബേബി, ഹലോ പറഞ്ഞേ. ഹലോ അല്ല, ഹാ പോയിക്കോ. ഓക്കെ. ഭയങ്കര അത്ഭുതമായിട്ടുണ്ടല്ലേ ഇവർക്ക്. കയ്യിലെടുത്തിട്ട് തിരിച്ചു വിട്ടപ്പോൾ കുട്ടികൾ ഞെട്ടലോടെ നോക്കുന്നു. ക്ലാര ബേബി, ക്ലാര ബേബി കണ്ടരാ. ബാ 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 എന്നാ എന്നാടാ. ഇവർ രണ്ടാൾ പേർ പിടിച്ചിട്ട് ഭയങ്കര കൊത്താന്നിപ്പോൾ. നമ്മളെ എടുക്കാൻ സമ്മതിക്കുന്നില്ല. രണ്ടാൾ പേരായി അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിൽ. അപ്പവും ക്ലാരയും നല്ല പാർട്ട്നേഴ്സ്. എവിടുന്നായിരുന്നു മക്കളെ? കണ്ണൂരുന്നാ? എന്താ പേര്? ആലിയ. ഷാനു. ഓക്കെ. അതുപോലെ നമ്മളെ സ്വാനിനെ കണ്ട, ബ്ലാക്ക് സ്വാനും വൈറ്റ് സ്വാനും രണ്ടാളും സെറ്റായിന് കേട്ടാ. അടിപൊളിയല്ലേ? അതുപോലെ മീനും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ മീനും നമ്മളെ പാക്ക് ഫിഷ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ പൂച്ചേൻ്റെ ഉള്ളിലുണ്ടോയെന്ന് നോക്കട്ടെ. പൂച്ചൻ്റെ അമ്മ ഇലേ ഓടിക്കളിക്കുന്നുണ്ട്. കുട്ടികൾ ഇവിടെ അകത്തുണ്ടോയെന്ന് നോക്കട്ടെ. ഈ സ്ഥലം മാറ്റിയിട്ടുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഒന്ന് കയറി നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് കയറി മിസറേ. ഫ്ലാഷ് അടിക്കേണ്ടി വരും, എന്നാലേ കാണുള്ളൂ. പോയില്ലേ? ഇവിടെ ഇല്ല, സ്ഥലം മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ 1-2 പ്രാവശ്യം ഇവിടെ കയറി നോക്കിയതുകൊണ്ട് മൂപ്പര് പിന്നെ വേറെ ഇടയെ കൊണ്ടുവച്ചിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പിന്നെ മറ്റേ കുട്ടികളെ വേണമെന്നുള്ളത്. കുട്ടികൾ വലുതാകുമ്പോൾ നമ്മൾ കൊടുക്കട്ടാ. അതുപോലെ നമ്മുടെ സീവിയർ മെക്കാവിനൊന്ന് കാണിക്കാം. സീവിയർ മെക്കാവ് അത് ബ്രീഡാവേണ്ട തയ്യാറെടുപ്പെല്ലാം ഉണ്ട് മൂപ്പര്. വാ ഡാ വാ. ഓ എന്നാ ഭയങ്കര കടിയാണ്, കൈ അടിക്കാൻ നിൽക്കുന്നു. ഓക്കെ, ഇങ്ങനെ കാണിച്ചു ഗ്ലാസ്സില്ലാണ്ട് കാണിച്ചു, ഇപ്പുറത്തെ കാണിച്ചു. നല്ല രസമാണ് ഇവരെ കാണാൻ. ഇപ്പോൾ പിന്നെ ബോക്സിൽ എന്താ പറയുക, നെസ്റ്റിങ് ഇതെല്ലാം മെറ്റീരിയലെല്ലാം സെറ്റാക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ബ്രീഡാവുന്ന തോന്നുന്നത്. ആ ബ്രീഡിങ്ങിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. ഫീമെയിൽ അധിക സമയത്തും ബോക്സിൻ്റെ അകത്ത് തന്നെയാണ്. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. രസമില്ലേ കാണാൻ? മക്കാവ്സിൽ തന്നെ കുറച്ച് ചെറിയ ടൈപ്പാണ് കേട്ടോ. ഇതിനേക്കാളും ചെറുതുണ്ട് ഹാൻഡ്സ് മക്കാവ്. എന്നോ ഒരെണ്ണം കൂടി കഴിച്ചു. ഓക്കെ എന്നാടാ. ഓക്കെ. അതുപോലെ നമ്മുടെ ഡോവിൻ്റെ 2 വെറൈറ്റി ഒരുമിച്ച് തന്നെ ഇട്ടിട്ടുള്ളതേ. നല്ല രസമാണ് ഇത് കാണാൻ. ജസ്റ്റ് തുറന്നിട്ട് കാണിച്ചാൽ ഗ്ലാസ്സിൽ കാണുമ്പോൾ കറക്റ്റ് മനസ്സിലാവില്ല. ഭയങ്കര രസമാണ് ക്രസ്റ്റഡ് ഡോ. അതേപോലെ പിന്നെ എന്താ പറയുക, ഈ കുറുകുന്ന സമയത്ത് നല്ല രീതിയിൽ വാലൊക്കെ നല്ല കളർഫുള്ളാണ്, നല്ല രസമാണ് കാണാൻ. ഇനി നമുക്കിങ്ങനെ പോവാം. നമ്മൾ പശുവിനെയും കൂടി ജസ്റ്റ് ഒന്ന് കാണാം. നമ്മുടെ കണ്ണൻ പോയത് ഭയങ്കര എല്ലാവർക്കും ഒരു വിഷമമായി അല്ലേ. ആദ്യം നമുക്ക് ജോട്ടൻ ഒന്ന് കണ്ടിട്ട് ഇപ്പുറത്തേക്ക് വരാം. ജോട്ട ബേബി, ജോട്ട കം കൂട്ടാ. ഒരു വയസ്സായി. ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ.
ഇനി നമ്മൾ ഇടുന്ന ഒരാൾ നോക്കുന്നുണ്ട്, അവർക്ക് കൊടുക്കാം. ഡാ 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 ഡാ. ആ ഓക്കെ. അയ്യോ കഴിഞ്ഞോ അല്ല, തീർന്നു പോയി. നമ്മൾ കണ്ണം പിന്നെ പോയതിന് ശേഷം ഇവർക്ക് അങ്ങ് കണ്ണൻ തന്നെ പേരിട്ടാലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇതിനെ ഐ ബേബി എന്താ രസമല്ലേ. വീട്ടിൻ്റെ അകത്ത് വളർത്തണം ഇതിനെ അല്ലേ. ഏത് രസമല്ലേ. നമ്മൾ കൊണ്ടുവന്നിട്ട് നമുക്ക് ആദ്യം കൊണ്ടുവരുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഇതുണ്ട്, ഇത് വളർന്ന് ഭയങ്കര വലുതായി പോവോ അല്ല നമ്മൾ വിചാരിക്കുന്ന ലെവലിലായി പോകുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല രീതിയിൽ ഉഷാറായിട്ട് വന്നിനി. അതുപോലെ നല്ല ആക്റ്റീവ് വന്ന്. മറ്റേ പൂങ്ങൻ നമ്മളെ കണ്ണനെ പോലല്ല, കണ്ണൻ അത്ര ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ, ഭയങ്കര സ്ലോ ആയിരുന്നു. പക്ഷേ ഇവന് ഒരു കുഴപ്പമില്ല, രണ്ടാളും നല്ല രീതിയിൽ ഓടിച്ചാടി കളിക്കും. നമ്മൾ പുറത്തൊക്കെ വിടാറുണ്ട്. മെയിലും ഫീമെയിലും രണ്ടാളും പൊളിയാണ് അല്ലേ. അതിൻ്റെ പിന്നെ റിങ്കിൾസ് എല്ലാം കണ്ടോ ഇങ്ങോട്ട് വന്ന് ഇത് കാണിച്ചേ. ശരിക്കും നല്ല രസമാണ് ഇത് കാണാൻ. ഇതൊക്കെ അങ്ങോട്ടിക്കിടാം എന്താ എണീറ്റ് രണ്ടാളും എണീറ്റേ ആ പുറത്തേക്ക് പോന്നു. അത് ഇതിൽ വിട്ടേ നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നത്, ഒട്ടകത്തിൻ്റെ കൂട്ടിൽ അതിൽ വിട്ടേന്ന് പുറത്തേക്ക് ഇറക്കുന്നത്. ഡാടാ പേടിക്കണ്ട. കൂട്ടിലേക്ക് അങ്ങനെ കയറിക്കോളൂ, നേരെ വേറെ കൂട്ടിലേക്ക് തന്നെ പോകും. മറ്റേ എനിക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടാ, കൂട് തുറന്നിട്ടുണ്ടാ. ഡാടാ കണ്ണൻ. ഓ അപ്പത്തേക്ക് പോയാൽ ഇപ്പം അങ്ങോട്ടേക്ക് ഓടും. കൂടി പോയിക്കോ ഓട്. ഓക്കേ ഇങ്ങനെയുണ്ട്, നല്ല രസമില്ലേ കാണാൻ. ഇതാ അടുത്തുനിന്ന് കണ്ടോ, ഇടിക്കാനുള്ള ആൾ ഉഷാറാണ്. ഇങ്ങനെയുണ്ട്. ഇതാണ് എൻ്റെ ഹൈറ്റ് ഉണ്ട് ഇവൻ്റെ, എൻ്റെ കാൽമുട്ടിൻ്റെ ഏകദേശം അത്രയേ ഉള്ളൂ. ഇതല്ല പോലെ ലക്കരിക്കും. ആൾക്കാർ കൂടുതലുണ്ടാകുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും തുറന്നു വിടുമ്പോൾ. അതാണ് നമ്മളെല്ലാവരും കേജിലാക്കാനുള്ള മെയിൻ റീസൺ കേട്ടോ. ഇവന് ചെറിയ കൊമ്പെല്ലാം വന്ന് തുടങ്ങിയേ. ഇതാ ചെറിയ അടിപൊളിയല്ലേ. ഇതാ നമ്മുടെ കഴുതനെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കഴുതയായിട്ട് നമ്മൾ തീരെ കാണിക്കുന്നില്ല, പിന്നെ അറ്റാച്ച്മെൻറ്റ് കുറവ് തന്നെ. എങ്ങനെ നോക്കിയാലും അവൻ ആ പേടി വിട്ട് മാറുന്നില്ല കേട്ടോ. അപ്പോൾ ഇതന്നെയാണ് സ്വഭാവം. എത്ര ഫുഡ് കൊടുത്താലും നമ്മൾ പിടിച്ച് തൊട്ട് ഗ്രൂം ചെയ്ത് നിർത്തിയാലും പിന്നെ ആ പേടി മാറുന്നില്ല. ചില ജീവികൾക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ ഗോൾഡൻ കാർ എന്താടാ എണീക്കടാ. ഇവനെ നമ്മൾ ഇനി നമ്മുടെ എന്താ പറയുക അരോണൻ്റെ കൂട്ടിലേക്ക്, അരോണൻ്റെ അക്വേറിയത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോകുന്ന ഇവനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കൂട്ടിൽ ആ അക്വേറിയത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും, കാണാനും ഭയങ്കര രസമായിരിക്കും. അത്യാവശ്യം നല്ല നീന്തി കളിക്കാനുള്ള സൗകര്യമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ഇതിനെ കണ്ട വാഹനമൊക്കെ കണ്ട നല്ല ബ്ലൂ കളറിൽ കറക്റ്റ് വന്നിട്ടാണ്. അത് കുറച്ച് സൂം ചെയ്തോ. അങ്ങനെയുണ്ട് കാണാൻ, പൊള്ളിയായില്ലേ. കളറും കറക്റ്റ് വന്നിട്ടുണ്ട്. രണ്ടാളും ബ്രീഡാവേണ്ട എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിയിൽ ഫീഡും എടുക്കുന്നുണ്ട്. ആ ടാങ്കിൽ സെറ്റായി രണ്ടാളും. അതുപോലെ നമ്മൾ പാരറ്റെല്ലാം ഇതിൻ്റെ അകത്തുണ്ടേ. നമ്മൾ സീബ്ര തിലോപ്പിനെല്ലാം മാറ്റിയിട്ട് പാറ്റേൺ ഇങ്ങോട്ടേക്ക് ആക്കി. ഇവിടെ നമ്മൾ ഏച്ചിമാർ എന്തോ ചെയ്യുന്നതെന്നറിയില്ല. എന്താ പരിപാടി? കുപ്പി കഴുകും. നമ്മുടെ വെള്ളത്തിൻ്റെ ബോട്ടിലാണേ. പിന്നെ പക്ഷിക്കെല്ലാം വെള്ളം കൊടുക്കുന്നില്ല. അതിൻ്റെ ബോട്ടിൽ എല്ലാ ആഴ്ചയും കംപ്ലീറ്റ് എന്താ പറയുക, നോർമലി വെള്ളം മാറ്റി ചെയ്യും. ആഴ്ചയിൽ ഒരു ദിവസം എല്ലാം തുടച്ച് വൃത്തിയാക്കി കഴുകി വിനെഗറിലിട്ട് സെറ്റാക്കും കേട്ടോ. അതുപോലെ നമ്മൾ താറാവിൻ്റെ കുട്ടിയെ കണ്ട രണ്ടാൾ എന്താ അമ്മ കോഴിക്ക് ഇറങ്ങിയത് ക്രസ്റ്റഡ് ഡക്കിൻ്റെ കുട്ടികളാണ്. രണ്ടാളെ കിട്ടിയില്ല ഇപ്രാവശ്യം. എടുത്തിട്ടാണ് ചേർന്നോ?
അതുപോലെ നമ്മളെ എലിൻ്റെലും കോളനി ഉണ്ടാ വാ, ഇതെല്ലാം ബ്രീഡിങ്ങിൻ്റെ സെറ്റപ്പ് കേട്ടോ. ഇതിൻ്റെ കുട്ടികളെയും നമ്മൾ അടിച്ച് ചെറവറ ഇതിൻ്റെ അകത്ത് ഒരുമിച്ചിടും. എന്നിട്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ ഫീമെയിലിനെടുത്ത് മാറ്റി വെക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. വൈറ്റും അതുപോലെ ഡംബോറായിട്ടും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ പ്രസവിക്കാനുള്ളത് ഇൻഡിവിജ്വൽ കേജ് വേറെ തന്നെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എൻക്ലോഷർ അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലിടും. എന്നിട്ട് പ്രഗ്നൻ്റ് ആകുന്ന ഫീമെയിലിനെ പിടിച്ചിട്ട് വേറെ തന്നെ മാറ്റിയിട്ടിട്ട് പിന്നെ ബ്രീഡാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സംഭവം മനസ്സിലായോ? അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ബ്രീഡാക്കാന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളൊന്നും മര്യാദയ്ക്ക് കിട്ടില്ല. അപ്പം നമുക്കിവിടെ അത്രയും അധികം എലിന് ആവശ്യമില്ല. കാരണം ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പുറത്ത് കാണിക്കുന്നത് ഫീഡ് ചെയ്യാൻ വേണ്ടി മാത്രം. അത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മക്കളെ മാത്രമേ ഒന്ന് മെയിനായിട്ട് മാറ്റിയിട്ടിട്ട് ചെയ്യാറുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ അതിനെ പെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലെല്ലാം ആൾക്കാർ കയ്യിലെടുത്ത് കൊടുക്കുന്നത് അതിനൊന്നും നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കാറില്ല. അതിൽ നമ്മൾ പെറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഇങ്ങനെ കോളനി ആയിട്ട് ഇടുന്നതിന് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കാൻ ഭയങ്കര പണിയുമാണ്. അപ്പോൾ രണ്ടും വേണമല്ലോ. നമുക്ക് അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ട് കൊടുക്കാണ്ടെന്ന് കഴിഞ്ഞാൽ മറ്റവരുടെ ജീവനും കൂടി ബാധിക്കില്ല. അതുപോലെ ഇവർ ബ്രീഡാവുന്നതെന്ന് പറയുന്നത് കുറേ ആവും കേട്ടോ, ഇഷ്ടം പോലെ ആവും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള സംഭവം മാത്രം വെച്ച് ബാക്കിയൊക്കെ ഫീഡായിട്ട് കൊടുക്കുന്നത്. ചെറിയ പിങ്കീസ് മുതൽ വലിയ റാറ്റ് വരെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. മനസ്സിലായോ? ഇപ്പോൾ ചെറിയ എന്ന് പറഞ്ഞാൽ തവളക്ക് കൊടുക്കണം, ചെറിയ പാമ്പിന് കൊടുക്കണം. അതുപോലെ പിന്നെ ബുഷ് ബേബി, പിന്നെ ചെറിയ നമ്മൾ ഗെക്കോസ്, പിന്നെ നമ്മുടെ ടെറൻഡുല, ഇതൊക്കെ ചെറിയ പിങ്കീസിനെ കഴിക്കും. പിങ്കീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേ ഓൾഡ് കുട്ടി എന്ന് പറഞ്ഞാൽ മൈസിൻ്റെതും കൊടുക്കും, അതുപോലെ പിന്നെ റാറ്റിൻ്റെതും ഒക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളൊരു ബ്രീഡിങ് രീതി വരുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ വേറൊരു കാഴ്ച കാണിച്ചു തരണോ? നമ്മുടെ സിങ്കിൻ്റെ രോമം മുറിക്കുമ്പോഴേക്കും നോക്കിയേ, ചെറിയ ആടായല്ലേ. നമ്മൾ വീറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്. വീറിനെ നമ്മൾ ട്രിം ചെയ്ത് തന്നിട്ടാ. വീർ ബാ ഇങ്ങോട്ട് വാ. ശരിക്കും സാധാ ആടിനെ പോലെ ഉണ്ടല്ലേ. ബാ ഡാ ഇങ്ങോട്ട് വാ കാണട്ടെ. വാടമുത്തേ ബാ വീർ. സ്റ്റൈല് പോകുമ്പോഴേക്ക് വീഡിയോയിൽ വരാനെല്ലാം മൂടെല്ലാം പോയി നോട്ടാ. ആ ശരിക്കും കോലാടല്ലേ ഇതൊക്കെ. അതിനിടയ്ക്ക് നമ്മുടെ പിന്നെ കോയ അങ്ങോട്ട് പോയിട്ട് ഇടങ്ങാറാക്കിയിട്ട് വന്നേ. ഇത് നമ്മുടെ കോയ കേട്ടാ. ഇനി നമ്മുടെ പാത്തുവിൻ്റെ പിന്നെ ഹസ്ബൻഡ്. കോയപ്പുറത്തേക്ക് വാ, കോയ വരൂ വാ, കോയ കം ബാ കോയ ബാ ഇങ്ങോട്ടാ. അത് എല്ലാ അഴിൻ്റെ ഉള്ളിലേയും വരാൻ പറ്റൂല, ചിലതിലേ വരാൻ പറ്റും. അവൻ്റെ കൂടെ പോയിട്ട് അടി വിടുന്നുണ്ടാ. ഇങ്ങോട്ട് വാ. പിന്നെ നമ്മുടെ ജേക്കബിൻ്റെയും മുടി ഇങ്ങനെ എന്താ പറയുക ട്രിം ചെയ്തിട്ട് ഇപ്പം അത്യാവശ്യം ഇങ്ങനെ വളർന്ന് വരുന്നുണ്ടേ അല്ലേ ബേബി? ഓക്കെ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഡോഗിന് ട്രീറ്റും കൂടി ഒന്ന് കൊടുക്കാം. ഒരു പുതിയ ട്രീറ്റ് നമുക്ക് പൊട്ടിക്കാനുണ്ട്. അത് പൊട്ടിച്ചിട്ട് നമ്മുടെ ഡോഗ്സിനൊന്ന് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇതാ നമ്മുടെ കിങ്. ബാ, എല്ലാവരും എടുത്തിട്ട് തൂവലെല്ലാം പൊട്ടിപ്പോയി കേട്ടാ. കുഴപ്പമൊന്നുമില്ല. എന്തായാലും പിന്നെ എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരുടെ കണ്ണിലുണ്ണിയാണ് നമ്മളെ പുതിയ ട്രീറ്റ്. നമ്മളെ സബ്സ്ക്രൈബർ കൊണ്ടു തന്നാണ്, കാനഡയിലില്ലേ. അപ്പോൾ നമുക്ക് ഏതായാലും ഇന്ന് ഡോഗ്സിന് ഇതും കൂടി ഒന്ന് കൊടുത്തേക്കാം. നമ്മൾ മറ്റേ ആദ്യത്തെ കുറേ ട്രീറ്റ് ഉണ്ടായില്ല, അതൊക്കെ കഴിഞ്ഞ് ഇനി ഇതും കൂടി, ഇത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ് കഴിഞ്ഞ് അപ്പം വേറെ വാങ്ങിക്കണം. ഓ ബേബി. അപ്പോൾ നമ്മുടെ റോളക്സും അതുപോലെ കിമ്മിച്ച് ജൂനിയർ റോളക്സും. സിറ്റ്, രണ്ടാളിരുന്ന് സിറ്റ് ബേബി. ഗുഡ് ബോയ്. നോ വെയിറ്റ്. രണ്ടാൾക്ക് ഓരോന്ന് കൊടുക്കാം. ഗുഡ് ബോയ്. ഹേയ് ബേബി, ഗുഡ് ബോയ്. എല്ലാവർക്കും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ പിന്നെ ഷിറ്റ്സു മക്കൾക്ക് എല്ലാവരും ഉണ്ടേ ഇത്. ബാ ആ ഓ മതി. ഓരോന്ന് കഴിക്കണം, ഓരോന്നറ. ആ കൈ കടിച്ച് ഓക്കെ. കിവിയും പെപ്സിയും എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. നല്ല കടി കടിച്ച്. ഓക്കെ മതി. ആ സിറ്റ്. ഗുഡ് ബോയ്. ഇതാണ് നമ്മുടെ കുഴപ്പക്കാരൻ. എല്ലാവരോടും പ്രശ്നമാണല്ലേ? ഓക്കെ ഗുഡ് ബോയ്. ഒന്നും കൂടെ കഴിച്ചോ. സിറ്റ്. അതിന് മേലെ കയറി അടക്കറി അവിടെ കയറി. ഗുഡ് ബോയ്. സിറ്റ്. അടക്കറി. ഗുഡ് ബോയ്. ഓക്കെ, ഇനി ആരാന്ന്?
ആ നമ്മുടെ ടർബോ ബേബി. ടർബോൻ്റെ ഇത് അയക്കാൻ ഭയങ്കര പണിയാണ്, അതുകൊണ്ട് നമുക്ക് ഇതിലെ കൊടുക്കാം. സിറ്റ്, ഗുഡ് ബൈ. ഓക്കെ, വേണ്ടേ? ഓ, ഇവനക്ക് വലിയ താല്പര്യം വന്നിട്ടില്ല ട്രീറ്റ്. അവൻ്റെ പിന്നെ ഡോറ് തുറക്കാൻ ഭയങ്കര പണിയാണ്. ഹാ ബേബി. ഓ, മറ്റേ വായിന്ന് റൂൾ ചെയ്യുന്നുണ്ടാ. ഗുഡ് ബൈ. ഒന്നുകൂടി കഴിച്ചു, അത്ര കൊതിച്ച് നിന്നല്ലേ. നമുക്ക് ഡോഗിന് ട്രീറ്റ് കൊടുക്കുമ്പോൾ പൊതുവേ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ടേ കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ കൊടുക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് കടിക്കുന്ന സമയത്ത് ചിലപ്പോൾ കൈ കടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ കൈ സേഫ് ആയിരിക്കും, കുഴപ്പമുണ്ടാവില്ല. ആ, സിറ്റ് റാമോസ് ബേബി. റാമോസിന് എപ്പോൾ ഒരു 2 എണ്ണം അധികം തോന്നും അല്ലേ. ഗുഡ് ബൈ. കിമ്മിച്ച് ബേബി. കിമ്മിച്ച് അച്ഛൻ കിമ്മിച്ച്. ഇങ്ങനെ തരാം. വേടാ. ഗുഡ് ബോയ്. വാ നിന്നാ കിമ്മിച്ച്. കിമ്മിച്ച് കുട്ടാ വയസ്സായി പോയിട്ടാ. കിമ്മിച്ച് നല്ല ശരിയായ വയസ്സുണ്ടോകായി. ഗുഡ് ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീറ്റും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ കന്നാസിനും നമ്മുടെ പിന്നെ 1-2 ഡോഗില്ല, അവർക്കും കൂടി കൊടുക്കണം. ഓക്കെ, ഇനി പിന്നെ മിൻപിനുണ്ട്, നമ്മുടെ പൂപ്പി ഉണ്ട്, അങ്ങനെ കുറച്ച് ആൾക്കാരില്ലേ, എല്ലാവർക്കും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ അടുത്ത് ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ.